ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ചിക്കൻ സാൽന എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാട്ടോ. അപ്പോൾ ചിക്കൻ സാൽന എന്ന് പറയുമ്പോൾ കൂടുതൽ പോപ്പുലർ പൊറോട്ടയുടെ കൂടെയാണ്. പൊറോട്ടയുടെ കൂടെ മാത്രമല്ല, നമുക്കിപ്പോൾ കൂടുതൽ ഗ്രേവി വേണ്ട കോമ്പിനേഷൻസ് ഉണ്ടല്ലോ. ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, അങ്ങനത്തെ കോമ്പിനേഷൻസിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. നല്ല ഫ്ലേവറോട് കൂടിയിട്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ സാൽന എന്ന് പറയുമ്പോൾ ചിക്കൻ സാൽന മാത്രമല്ല, മട്ടൻ സാൽന, വെജിറ്റബിൾ സാൽന, എഗ് സാൽന, അതുപോലെ എംപ്റ്റി സാൽന, അതായത് ഇപ്പോൾ മീറ്റോ വെജിറ്റബിൾസോ ഒന്നുമില്ലാതെ ഗ്രേവി തന്നെ ഈ പൊറോട്ടയൊക്കെ വാങ്ങിക്കുമ്പോൾ പൊറോട്ടയുടെ കൂടെയൊക്കെ കിട്ടില്ലേ, ആ ഒരു സംഭവം, ആ ഒരു രീതിയിലൊക്കെ നമുക്ക് തയ്യാറാക്കാം. ഞാൻ ഇതിനു മുമ്പ് എഗ് സാൽനയുടെയൊക്കെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അപ്പത്തിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഫ്ലേവർഫുള്ളായിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ചിക്കൻ സാൽന എളുപ്പത്തിൽ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 15 ചെറിയുള്ളി, ഒരു 12 കാഷ്യൂനട്ട്, ഒരു ചെറിയ പീടി പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാട്ടോ. പിന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം അല്ലെങ്കിൽ ഫെനൽ സീഡ്സ്, പിന്നെ ഇതിലേക്ക് പോപ്പി സീഡ്സാണ് ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ കേട്ടോ. 1 ടീസ്പൂൺ മുതൽ ഒരു 1.5 ടീസ്പൂണൊക്കെ വരെ നമുക്ക് ഉപയോഗിക്കാം, അതായത് കശ എന്നൊക്കെ പറയും മലയാളത്തിൽ. പിന്നെ 1 ടീസ്പൂണോളം അളവിൽ മുഴുവനോട് കൂടിയുള്ള കുരുമുളക്, ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് കളർ മാറുന്ന രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ ഈ പോപ്പി സീഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ പൊട്ടിയൊക്കെ ഒന്ന് വരും. ഇനി ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് അളവിൽ നാളികേരം ചിരകിയത് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 700 ഗ്രാം അളവിൽ ചിക്കനാണ്. അപ്പോൾ അതിന് 3/4 കപ്പ് നാളികേരം കറക്റ്റായിട്ടുള്ളൊരു അളവായിരിക്കും ഉണ്ടാകും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് ഇത് എല്ലാം നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താം ക്വാണ്ടിറ്റിയിലൊക്കെ. ഇനി നാളികേരം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഒരു പച്ചമണം ഒന്ന് മാറി വരുന്ന രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നാളികേരത്തിൻ്റെ കളറൊന്നും മാറണ്ട കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുത്ത് വരുമ്പോൾ നമുക്കിത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ തന്നെ നമുക്ക് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ സെയിം കടായിലേക്ക് തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവോള നല്ല ചെറുതായിട്ട് മുറിച്ചതും, 3 ഏലക്കായ, ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം കറുകപ്പെട്ട, 3 ഗ്രാമ്പു, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവോള ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴന്ന് വന്നോട്ടെ. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് ചേർക്കാവുന്നതുള്ള. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് അടിപൊളിയായിട്ട് തന്നെ വരണം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളി തന്നെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്നില്ലെങ്കിൽ മുറിച്ചെടുക്കാൻ, ഞാനിപ്പോൾ വെജിറ്റബിൾ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ പ്യൂരി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്തൊന്ന് ഉടഞ്ഞ് ആ ഒരു രീതിയിലേക്ക് തന്നെ വരണം കേട്ടോ. കണ്ടില്ലേ, ഇത് ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ചിട്ട് നമുക്ക് അതിലെന്തെങ്കിലും വാട്ടർ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മതി. ഈ ഒരു മസാല കറക്റ്റായിട്ട് തന്നെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിനനുസരിച്ച് മുളക് പൊടി, ഞാനൊരു 2 ടീസ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കൊരു 3 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കാം കേട്ടോ. അതുപോലെ ഗരം മസാലയുടെ പൊടിയും കൂടെ 1 ടീസ്പൂൺ അളവിൽ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഹോം മെയ്ഡ് ഗരം മസാലയാണ്. അപ്പോൾ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് തന്നെ ചേർക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി അടിപൊളിയായിട്ട് തന്നെ വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു മസാല നന്നായിട്ട് എണ്ണ തെളിഞ്ഞൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച ഒരു 700 ഗ്രാം ചിക്കനാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതായിരിക്കും ഒന്നും കൂടിയും ഇതിന് നന്നായിട്ട് വരിക, ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ മസാലയായിട്ടൊന്ന് യോജിച്ച് വന്നോട്ടെ കേട്ടോ. അപ്പോൾ ചിക്കൻ സാലന എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ സാധാരണ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക, ഒരുപാട് സവാളയൊന്നും കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ട് നമുക്കിപ്പോൾ പത്തിരിയുടെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും കഴിക്കാൻ പറ്റും. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് തുറന്ന് നോക്കുന്ന സമയത്ത്.
ഒരു 5-6 മിനിറ്റ് മാത്രമേ ഞാനിതിപ്പോൾ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് റെഡി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മസാലയും ചിക്കൻ കഷ്ണങ്ങളും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരും. ഇനി നമ്മൾ അരച്ച് വെച്ച ആ ഒരു മസാല പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നാളികേരവും ബാക്കി മസാലകളൊക്കെ ചേർത്തത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു വെള്ളം കൂടെ ഒരു മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് തിളച്ചൊന്ന് കുറുകി വരുമ്പോഴാണ് അത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്നൊക്കെ പറയുന്നത് കുറച്ചൊരു തിക്കായിട്ടുള്ള ഗ്രേവിയിൽ വരുമ്പോൾ തന്നെയാണ് ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക കേട്ടോ. പിന്നെ ഇരിക്കും തോറും ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കുറുകി ഒക്കെ വരും. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം തിളച്ചതിന് ശേഷം. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പൊറോട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. ചിക്കൻ സാലനയുടെ കൂടെ എപ്പോഴും കൂടുതൽ നമ്മൾ പറയുക പൊറോട്ട അങ്ങനത്തെ സംഭവങ്ങളാണ്, ബിരിയാണിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതുള്ളൂ. അപ്പോൾ അതേ അപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ എന്താ പറയുക, നമ്മളിപ്പോൾ കപ്പി കാച്ചി എടുക്കാമെന്നൊക്കെ പറയില്ല, അങ്ങനെയൊന്നും ചെയ്യാതെ എളുപ്പത്തിൽ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത് ആ ഒരു രീതിയിൽ തയ്യാറാക്കുന്ന ഈസി അപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ചിക്കൻ കറിയൊക്കെ ചിക്കൻ സാലന റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഗ്രേവിയും അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് അപ്പോൾ പിന്നെ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ അവസാനം കുറച്ച് മല്ലിയില മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സാലന റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ എഗ് സാലനയും ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. നമുക്കിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ചിക്കൻ സാലന നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റിയാണ് വീട്ടിൽ തയ്യാറാക്കുന്ന സമയത്ത് കേട്ടോ. അതുപോലെ എഗ് സാലനയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്, നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ഫ്ലേവറോട് കൂടിയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ സാലന റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ഇതിൽ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.